ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 8. ഒരു ഗുരുവുമായുള്ള സംഭാഷണങ്ങൾ. ഒന്നാം ശിഷ്യൻ. ആരാണ് ഒരു യഥാർത്ഥ ഗുരു? ഗുരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഗുരു താൻ തന്നെയാണ്. തൻ്റെ ആത്മാവാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഗുരു. അയാൾ തൻ്റെ ആത്മാവിൻ്റെ ഉപദേശം സ്വീകരിക്കണം. ആത്മാവിൽ നിന്ന് ഉള്ളതിനേക്കാൾ തനിക്ക് യോജിച്ച മാർഗദർശനം മറ്റെവിടെ നിന്നും അയാൾക്ക് ലഭിക്കുകയില്ല. ആത്മാവിനെ അനുസരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒന്നാം ശിഷ്യൻ. പിന്നെ എന്തുകൊണ്ടാണ് ഭൂമിയിൽ മറ്റു ഗുരുക്കന്മാർ ഉള്ളത്? ഗുരു ഒരാൾക്ക് തൻ്റെ ആത്മാവുമായി ബന്ധം പുലർത്തുവാനായി ശാരീരികവും വൈകാരികവും ബുദ്ധിപരവുമായ ജീവിതങ്ങൾ കൂടി കടന്നു പോകേണ്ടതുണ്ട്. നമ്മുടെ ശരീര മനോബുദ്ധി വ്യവസ്ഥയെ പ്രവർത്തിപ്പിക്കുന്ന ഇന്ധനമായി ആത്മാവ് നിലനിൽക്കുന്നുണ്ടെന്ന് താത്വികമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. തൊട്ടടുത്തു തന്നെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായി മനസ്സിലാക്കുവാനും അതുമായി ബന്ധപ്പെടുവാനും വളരെയധികം പൊഴിച്ചു കളയലുകളും കഠിനപ്രയത്നവും ആവശ്യമാണ്. മനസ്സ് പ്രവർത്തിക്കാത്ത ഒരവസ്ഥയിൽ മാത്രമേ ആത്മാവിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. ഒരന്വേഷകന് തന്നെ തൻ്റെ ആത്മാവിലേക്ക് നയിക്കുവാൻ പലപ്പോഴും പുറത്തുള്ള ഒരു ഗുരുവിൻ്റെ സഹായം വേണ്ടിവരും. ക്ഷണികമായ ഇഹലോക ജീവിതത്തിൽ ആത്മാവ് മാത്രമാണ് ശാശ്വതമായ ഒരു സത്തയായിട്ടുള്ളത്. ഗുരുക്കന്മാർ വഴികാട്ടിത്തരുന്നവരാണ്. ഭൂമിയിൽ മാത്രമല്ല, എല്ലാ തലത്തിലും അവരുണ്ട്. അവരുടെ ഒരേ ഒരു ലക്ഷ്യം വ്യക്തികളെ അവരവരുടെ ആത്മാവിലേക്ക് നയിക്കുകയാണ്. വിമോചനം എന്നാണ് ഇതിന് അർത്ഥം. ശരിയായ ഗുരുക്കന്മാർ വിമോചനം നേടിക്കഴിഞ്ഞവരാണ്. അവർ മറ്റുള്ളവരെ മോചിപ്പിക്കാനായി ഇവിടെ ജീവിക്കുന്നു. അതല്ലാതെ അവർക്ക് സ്വാർത്ഥ താല്പര്യമൊന്നുമില്ല. അവർ ധാരാളം ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നില്ല. അവർ കൂടുതൽ ഗുരുക്കന്മാരെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഒരു യഥാർത്ഥ ഗുരു കൂടുതൽ ഗുരുക്കന്മാരെ സൃഷ്ടിക്കുന്നവനാണ്, നന്നായി പഠിപ്പിക്കുന്നവനല്ല. ഒന്നാം ശിഷ്യൻ. ഗുരു, അങ്ങ് പഠിപ്പിക്കുന്നത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നു. ഞങ്ങളുടെ ആലസ്യത്തെ തരണം ചെയ്യുവാൻ എന്താണ് മാർഗം? ഗുരു, നിങ്ങളുടെ ആത്മീയ വികാസത്തിന് ഉതകുന്ന പ്രായോഗിക തലത്തിൽ പരാജയപ്പെടുന്നതിന് 2 പ്രധാന കാരണങ്ങൾ ഉണ്ട്. നിങ്ങളിലുള്ള തമസ അല്ലെങ്കിൽ ആലസ്യം അതിനെ തടയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യകതയില്ല. ഇതിൽ ആദ്യത്തേതാകാം കൂടുതൽ ശരി. ഒന്നാമതായി, നിങ്ങൾ അർഹനല്ലെങ്കിൽ അറിവ് നിങ്ങളിലേക്ക് എത്തുന്നില്ല. അറിവ് നിങ്ങളിലേക്ക് എത്തിയാൽ പോലും ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. ബിരുദാനന്തര ബിരുദ തരത്തിലുള്ള പാഠപുസ്തകങ്ങൾ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് ഉപയോജ്യമല്ല. അവ അയാൾക്ക് കിട്ടിയാലും പ്രയോജനമുണ്ടാവുകയില്ല. ഇത് ഒരു വശമാണ്. ഇതിനെ കാലമെത്തും മുമ്പെയുള്ള അറിവ് എന്ന് വിളിക്കാം. മറ്റേ വശം, വിദ്യാർത്ഥിക്ക് അർഹതയും വാസ്തവത്തിൽ ആ പാഠപുസ്തകത്തിൻ്റെ ആവശ്യകതയും ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് പഠിപ്പിനുള്ള വിമുഖതയാണ് തമസ് അല്ലെങ്കിൽ ആലസ്യം ഇതാണ് മുഖ്യ തടസ്സം. ഇത് വികസന വിരുദ്ധമാണ്. മിക്കവാറും അവസരങ്ങളിൽ വിദ്യാർത്ഥിയെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അതീതമായി കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളെ മനസ്സ് തടസ്സപ്പെടുത്തുന്നു. അഹംബോധവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അഹംബോധം പറയുന്നു, അത് നീ മുമ്പേ അറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അതിൽ പുതുമയൊന്നും ഇല്ല. അത് മറ്റേ ഗുരുനാഥൻ പഠിപ്പിച്ചതിൻ്റെ ആവർത്തനമാണ്, അല്ലെങ്കിൽ അത് നീ ആ പുസ്തകത്തിൽ വായിച്ചതു തന്നെയാണ്, അല്ലെങ്കിൽ ഈ താഴ്ന്ന തലത്തിലുള്ള അറിവിനേക്കാൾ അല്ലെങ്കിൽ പ്രവർത്തനത്തേക്കാൾ നീ വളരെയധികം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം മനസ്സിൻ്റെ കളികളാണ്. വിദ്യാർത്ഥി പാഠങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളെയും എതിരിട്ട് അത് അഭ്യസിക്കുവാനുള്ള ശക്തമായ ഇച്ഛാശക്തി വളർത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ അയാൾ വിജയിക്കുകയില്ല. മനസ്സ് ആയിരക്കണക്കിന് ഒഴികഴിവുകൾ നിരത്തും. വിദ്യാർത്ഥി എല്ലാത്തിനും മുകളിൽ പൊങ്ങിക്കിടന്നുകൊണ്ട് തൻ്റെ ജീവിതവും തനിക്ക് നൽകപ്പെട്ട സമയവും കൂടുതൽ വികസിക്കുവാനായി ഉപയോഗിക്കണം. അവസാനമായി ചെയ്യാനുള്ളത് വിദ്യാർത്ഥി ഗുരുവിനും അപ്പുറത്തേക്ക് വികസിക്കുകയാണ്. ഇത് സംഭവ്യമാണ്. 8 വയസ്സുള്ള ശങ്കരൻ, ജഗദ്ഗുരു ശങ്കരാചാര്യർ, ഗുരുവിനെ കണ്ടുമുട്ടുന്നതിനു മുമ്പ് തന്നെ നല്ലതുപോലെ വികാസം നേടിയിരുന്നു. ഗുരു ഗോവിന്ദപാദർ കുട്ടി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ശങ്കരൻ ഇങ്ങനെ പറഞ്ഞു: മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, അടിത്തട്ടല്ല. ഞാൻ നിത്യാനന്ദ രൂപനായ ശിവനാണ്. ഇത് പൂർണ്ണമായ ദൈവസാക്ഷാത്കാര അവസ്ഥയാണ്. ഒരു 8 വയസ്സുകാരന് ഈ അറിവുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയില്ല. അയാൾ അപ്പോൾ തന്നെ എല്ലാ വിദ്യാഭ്യാസത്തിനും അപ്പുറത്താണ്. ഇത് വളരെ അപൂർവമാണ്. ഒരു പക്ഷേ 10 ലക്ഷം പേരിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായേക്കാം. രണ്ടാം ശിഷ്യൻ. ഗുരു,
ഞങ്ങൾ അങ്ങയുടെ അടുത്തായിരിക്കുമ്പോഴും ആശ്രമത്തിലായിരിക്കുമ്പോഴും അങ്ങയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നതായി തോന്നുന്നു. അങ്ങയോട് അഗാധമായ സ്നേഹം തോന്നുന്നു. അങ്ങില്ലെങ്കിൽ ഞങ്ങൾ വെറും പൊള്ളയായി പോകുമെന്ന് തോന്നുന്നു. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള അഗാധമായ സ്നേഹം അനുഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കാമോ? ഗുരു: ഒന്നാമതായി, എല്ലാ വികാരങ്ങളും താൽക്കാലികമാണ്. നിങ്ങളുടെ വികാരങ്ങൾക്ക് അവ അർഹിക്കുന്നതിലധികം വില കൽപ്പിക്കരുത്. സ്നേഹം സ്വാഭാവികമാണ്. സ്നേഹമാണ് നമ്മുടെ ശരിയായ പ്രകൃതി. മുഴുവൻ ജന്തുവർഗവും സസ്യവർഗവും അടങ്ങുന്ന പ്രകൃതിയുടെ ശരിയായ സ്വഭാവം സ്നേഹമാണ്. അത് നിർവികാരവും നിരുപാധികവുമായ സ്നേഹമാണ്. ദാഹം ശമിപ്പിക്കുവാനായി നിങ്ങൾ സൂര്യന് കുറച്ച് വെള്ളം കൊടുത്താലും ഇല്ലെങ്കിലും നാളെ രാവിലെ നിശ്ചിത സമയത്ത് സൂര്യൻ തീർച്ചയായും ഉദിച്ചിരിക്കും. കാറ്റും മഴയും പൂക്കളും പഴങ്ങളും അവയെല്ലാം നിരുപാധികമായി നിലകൊള്ളുന്നു. ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ സ്നേഹവും അതുപോലെയാണ്. തൻ്റെ ശിഷ്യൻ ധനവാനായാലും ദരിദ്രനായാലും നല്ലവനായാലും ചീത്തവനായാലും ഭാഗ്യവാനായാലും നിർഭാഗ്യവാനായാലും സുന്ദരനായാലും വിരൂപനായാലും മെലിഞ്ഞവനായാലും തടിച്ചവനായാലും ഗുരു അയാളെ സ്നേഹിക്കുന്നു. മാർഗനിർദ്ദേശം ആവശ്യമുള്ളവരെയെല്ലാം സഹായിക്കുവാനായി ഒരു ചൂണ്ടുപലക പോലെ ഗുരു നിലകൊള്ളുന്നു. ഗുരുവിൻ്റെ സ്നേഹം നിരുപാധികമായി ദാക്ഷിണ്യത്തോടെ ഒഴുകുമ്പോൾ അത് ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ മാറ്റം വരുത്തുന്നു. അവർ ആ സ്നേഹത്തോട് അനായാസമായി അനുകൂലമായി പ്രതികരിക്കുന്നു. ഉപാധികളുടെ അഭാവം ശിഷ്യന്മാരെ ശരിക്കും സ്വതന്ത്രനാക്കുന്നു. അവരിൽ ഭയമോ കുറ്റബോധമോ ഇല്ല. ഉള്ളത് സ്നേഹം മാത്രമാണ്. സ്നേഹം മാത്രം. ഈ ധാരാളിത്തത്തിൻ്റെ ഉറവിടത്തോടുള്ള സ്നേഹം സ്വാഭാവികമാണ്. ഈ സ്നേഹം മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനവും സ്വാഭാവികമാണ്. ഈ മനോഭാവം കർക്കശ സ്വഭാവമുള്ള പുറം ലോകത്ത് കാണുകയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സാന്ത്വനകരമായ ആശ്രമവും അയവില്ലാത്ത പുറം ലോകവും തമ്മിൽ വ്യത്യാസം അനുഭവപ്പെടുന്നത്. ആശ്രമത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സ്വാഭാവികതയും അനുഭവപ്പെടുന്നു. പുറം ലോകത്ത് നിങ്ങൾക്ക് അഭിനയിക്കുകയും അസ്വാഭാവികരാകുകയും ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഇക്കാര്യത്തിൻ്റെ സൂക്ഷ്മമായ സാരം. രണ്ടാം ശിഷ്യൻ: ഞങ്ങൾ എവിടെയായിരുന്നാലും സ്ഥലവും സമയവും പരിഗണിക്കാതെ അങ്ങയോട് ഇതേ സ്നേഹം തോന്നുമോ? ഗുരു: ഉറപ്പില്ല. സാമാന്യമായി ബന്ധങ്ങൾ താൽക്കാലികമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ ബന്ധങ്ങൾക്കും ഒരു നിശ്ചിത കാലയളവുണ്ട്. എങ്കിലും ആത്മാവും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നു. മനസ്സ് പലപ്പോഴും വൈകാരിക അനുഭൂതികൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. സമയവും വൈകാരിക അനുഭൂതികളെ ദ്രവിപ്പിക്കുന്നു. പലപ്പോഴും അതേ സ്ഥലത്തേക്ക് തിരിച്ചു വന്നാലേ അതേ അനുഭൂതികൾ ഉണ്ടാവുകയുള്ളൂ. തിരിച്ചു വന്നാലും അതേ അനുഭൂതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവനായി കരുതിയിരുന്ന വ്യക്തി വളരെ വർഷങ്ങൾ നിങ്ങളെ വിട്ടുനിൽക്കുകയോ നിങ്ങൾ ആ വ്യക്തിയെ വിട്ടുനിൽക്കുകയോ ചെയ്തതിനു ശേഷവും അതേ സ്നേഹം നിലനിർത്തുവാൻ കഴിയുന്നുവെങ്കിൽ ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണ്. കാലക്രമത്തിൽ സ്നേഹത്തിന് കുറവ് സംഭവിക്കുകയും മറ്റു കാര്യങ്ങൾ അതിന് പകരമായി വരികയും ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ മൂല്യം താൽക്കാലികമായിരുന്നു എന്ന് മനസ്സിലാക്കുക. സാധാരണയായി ഉന്നതരായ ഗുരുക്കന്മാരും ശിഷ്യന്മാരും തമ്മിലുള്ള സ്നേഹം സ്ഥലത്തെയും കാലത്തെയും മാനിക്കാതെ നിലനിൽക്കുന്നു. ഈ ബന്ധം ഉയർന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. കാലത്തിന് മാത്രമേ അത് വെളിപ്പെടുവാൻ കഴിയുകയുള്ളൂ. രണ്ടാം ശിഷ്യൻ: ഉന്നതനായ ഒരു ഗുരുവിൻ്റെ മനോഗതി എന്താണ്? ഗുരു: ഉന്നതരായ ഗുരുക്കന്മാർ മനസ്സിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ല. അവർ ശാശ്വതമായ മനോരഹിത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. അവരുടെ ഇച്ഛ പ്രപഞ്ചപിതാവിൻ്റെ ഇച്ഛയാണ്. അവർ പ്രപഞ്ചപിതാവുമായി ഐക്യത്തിൽ പ്രവർത്തിക്കുന്നു. അവർ നിങ്ങളുടെ പ്രകൃതിയെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി പോലെയാണ്. അവർ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയും നിങ്ങളെ വിമോചനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒരേ പഠിപ്പ് എല്ലാവർക്കും ഒരുപോലെ ഫലവത്തായെന്നു വരികയില്ല. യഥാർത്ഥ ഗുരുക്കന്മാർ നിർമ്മലനായ സർവശക്തൻ്റെ പരിശുദ്ധരായ പ്രതിനിധികളാണ്. അതുകൊണ്ട് ഗുരുക്കന്മാർ പല ആകൃതികളും രൂപങ്ങളും എടുക്കുമെങ്കിലും വാസ്തവത്തിൽ അവരെല്ലാം ഒന്നാണ്. അവർ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു: വിമോചനം എന്ന ലക്ഷ്യം. ഇരുട്ടിൽ കുടുങ്ങിപ്പോയവരെ അവർ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. മനോരഹിത അവസ്ഥയിൽ അവരുടെ ഇച്ഛ പ്രകൃതിക്കുള്ള ആജ്ഞയായി തീരുന്നതോടു കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. അവർക്ക് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. അവർ പറയുന്നത് എന്തും സംഭവിച്ചേ മതിയാകൂ. അവർ പരമമായ തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. അത് സർവശക്തൻ്റെ തലമാണ്. ഗുരു ബ്രഹ്മാണ്ടവുമാണ്, സൂക്ഷ്മജഗത്തുമാണ്. എല്ലാ അസ്തിത്വങ്ങളെയും ഭരിക്കുന്ന അതേ തത്വമാണ് ഗുരു. ഗുരുദൈവമാണ്. ഒന്നുകൂടി പറയട്ടെ, ഞാൻ പറയുന്നത് ഒരു പ്രത്യേക ഗുരുവിനെക്കുറിച്ചോ ഗുരുവിനെ ഒരു പ്രത്യേക മനുഷ്യരൂപത്തിലേക്ക് പരിമിതപ്പെടുത്തിയോ അല്ല. ഞാൻ ഗുരുതത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു യഥാർത്ഥ ഗുരു അദ്ദേഹത്തിൻ്റെ ശരീരാകൃതിയുടെ പരിധിക്ക് വളരെ അപ്പുറത്താണ്. ശരീരം
അദ്ദേഹത്തിന് അസഹ്യമായ ബന്ധനമാണ്. ശിഷ്യന്മാരെ നയിക്കുക എന്ന ഉയർന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ് അദ്ദേഹം ശരീരത്തെ നിലനിർത്തുന്നത്. ഉന്നതരായ ഗുരുക്കന്മാർ നിസ്സംഗതയുടെ മൂർത്തീകരണങ്ങളാണ്. അവർ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വ്യക്തമായ നിസ്സംഗത പ്രദർശിപ്പിക്കും. തങ്ങളുടെ പേരിനോടും രൂപത്തോടും ഭൗതികവും ആത്മീയവുമായ സ്വത്തുക്കളോടും മറ്റെല്ലാത്തിനോടുമുള്ള നിസ്സംഗത. അവർ സമൂഹം ഉണ്ടാക്കുന്ന ഒരു ചട്ടക്കൂടിലും ഒതുങ്ങി നിൽക്കുന്നില്ല. അവർ എല്ലായ്പ്പോഴും വിമോചിത അവസ്ഥയിൽ ജീവിക്കുന്നു. നിങ്ങൾക്ക് സാധാരണയായി കാണാൻ കഴിയുന്നതല്ല വാസ്തവത്തിൽ അവരുടെ ഔന്നത്യം. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അവർ യഥാർത്ഥത്തിൽ എന്താണ് എന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കാൻ ഇടയുണ്ട്. പ്രശംസയോ അംഗീകാരമോ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ആദരമോ അനാദരമോ അവർ ഗൗനിക്കുന്നില്ല. അവർ കഴിയുന്നത്ര കാർമ്മികമായിട്ടല്ലാതെ ഭൂമിയിലെ തങ്ങളുടെ ധാർമ്മികമായ കടമ നിറവേറ്റുകയും പോകാനുള്ള സമയമായാൽ ശരീരത്തിൽ ഇരിക്കുമ്പോഴുള്ള അത്ര തന്നെ നിസ്സംഗതയോടെ ശരീരത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. മൂന്നാം ശിഷ്യൻ. എങ്ങനെയാണ് ഒരാൾ ഒരു ഗുരുവായി വളർന്നു വികസിക്കുന്നത്? ഒരു ഗുരുവാകാനുള്ള ലീനമായ കഴിവ് എല്ലാവരിലും ഉണ്ട്. ഭൗതിക വസ്തുക്കളോടുള്ള കർമ്മബന്ധം കുറയുകയും സൂക്ഷ്മത്തിനോടുള്ള ആകർഷണം കൂടുതൽ ശക്തമാവുകയും ചെയ്യുമ്പോൾ ഭൗതിക വസ്തുക്കളോടുള്ള നിസ്സംഗത വേരുപിടിക്കുന്നു. നിസ്സംഗതയുടെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ ഒരാൾക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങളെയും പരീക്ഷണങ്ങളെയും നേരിടേണ്ടി വരുന്നു. ഇവ സഹനശക്തിയെ പരീക്ഷിക്കുവാൻ വേണ്ടിയുള്ളവയാണ്. ബലഹീനന്മാരും ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടാനുള്ള കഴിവില്ലാത്തവരും വീണുപോകും. കാർമ്മികമായ പ്രചോദനവും മനക്കരുത്തും ഉള്ളവർ വിപത്തുകളെ തരണം ചെയ്ത് മുന്നോട്ടു പോകും. ഭൗതിക ജീവിതത്തിലെ തടസ്സങ്ങളെ വിപത്തുകളായി അവർ കരുതുകയില്ല. എല്ലാത്തിനെയും തങ്ങളുടെ ആത്മീയ വികസനത്തിൻ്റെ ഭാഗമായി കണക്കാക്കും. കടുത്ത കഷ്ടപ്പാടുകളെ ശുചീകരണ പ്രക്രിയയുടെ ഭാഗമായി കണക്കാക്കും. പൂർണ്ണമായ വിമോചനം സംഭവിക്കുന്ന ഒരു തലത്തിലേക്ക് അവർ തങ്ങളുടെ പാതയെ പിന്തുടരുന്നു. ഒന്നാമതായി ജന്മങ്ങളിലൂടെയുള്ള ശുചീകരണത്തിന് ശേഷം മാത്രമേ ഒരാളുടെ ജീവിതത്തിൽ ആ വിധത്തിലുള്ള അനുഭവം ഉണ്ടാകുന്നുള്ളൂ. എത്രയോ ജന്മങ്ങളിലൂടെയുള്ള ശുദ്ധീകരണവും ഉയർന്ന ധാരണയും അവർ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയുള്ള ശുദ്ധീകരണങ്ങൾ പൂർവ്വജന്മങ്ങളിൽ നടന്നതിനു ശേഷം ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് തങ്ങളെ ഉയർത്തുവാൻ കഴിവുള്ള പരിശുദ്ധിയുടെ തലങ്ങളിലേക്ക് അവർ എത്തുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും നിയന്ത്രണം നേടുന്ന ഒരാൾ ഒരു ഗുരുവായി തീരുന്നു. ശാശ്വതമായ ദൈവസാക്ഷാത്കാരത്തിൻ്റെ അവസ്ഥയിൽ ഉറയ്ക്കുമ്പോൾ അയാൾ കൂടുതൽ ഉയർന്ന ഒരു ഗുരുവായി തീരുന്നു. തൻ്റെ മനസ്സിൻ്റെയും അഹംബോധം, പ്രതീക്ഷകൾ മുതലായ മറ്റെല്ലാ ബന്ധനങ്ങളുടെയും മേൽ നിയന്ത്രണം നേടലാണ് ശരിയായ ആധിപത്യം. ഒരാൾ യഥാർത്ഥമായി ഈ പാതയെ പിന്തുടരുമ്പോൾ പ്രകൃതി ഒന്നാകെ അയാളെ സഹായിക്കുന്നു. അങ്ങനെയുള്ളവരെ നയിക്കുവാനായി അവരുടെ ജീവിതത്തിൽ ഗുരുക്കന്മാർ പ്രത്യക്ഷപ്പെടുന്നു. ജന്മങ്ങളിൽ കൂടി ഗുരുക്കന്മാർ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ദൈവം അവരെ സംരക്ഷിച്ചുകൊള്ളും. ഇതാണ് സത്യം. ഇതാണ് ദൈവത്തിൻ്റെ പ്രതിജ്ഞ. ജി മോഹൻജി, താങ്ക് യു.